ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഞാൻ അത്ര ഹാപ്പി അല്ല ഇന്ന് കേട്ടോ. അടുക്കള കുറേ ദിവസമായിട്ട് വൃത്തിയാക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കൂടി അങ്ങ് വല്ലാണ്ട് വൃത്തികേടായി മെസ്റ്റപ്പായിട്ടിരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ കുറേ ചവറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലായിടവും ഒരു പൊടി പിടിച്ചെല്ലാം വല്ലാണ്ടിരിക്കുന്ന പോലെ തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിങ്ങമാസമൊക്കെ ഇനി വരാൻ പോവല്ലേ, ഓണമൊക്കെ വരാൻ പോവും. അപ്പം നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ക്ലീൻ ചെയ്തെല്ലാം ഇറക്കി ആടിയറുതി എന്ന് പറയും നമ്മൾ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഇറക്കി ചൂല് വരെ മുറവും പഴയ മുറവും ഒക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കുന്ന ഒരു സമയമാണിത് മലയാളികൾ. അപ്പം ഞാനും വിചാരിച്ചു, ഞാൻ ഏകദേശം ഈ സമയത്താണ് കേട്ടോ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഗണപതി പൂജ തുടങ്ങാൻ പോവാണ്. ഓഗസ്റ്റ് 26 27 ആണ്. ഡേറ്റ് മറന്നുപോയി, എനിക്ക് കറക്റ്റല്ല, നോക്കിയിട്ട് പറയാം. അപ്പം ഗണപതി പൂജ തുടങ്ങാൻ പോവാണ്. അപ്പം 10 ദിവസത്തെ പൂജയും 11 ദിവസം നിമഞ്ജനമാണ് കേട്ടോ. അപ്പം അതിനു മുമ്പ് വീടെല്ലാം നല്ല വൃത്തിയാക്കി നീറ്റാക്കി ഓരോ റൂം വൈസ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഓണവും വരുവാണ്. അപ്പം ഇത് രണ്ടും പ്രമാണിച്ച് വീട് ഞാൻ കുറേശ്ശെ ഓരോ ഭാഗങ്ങളായിട്ടും നീറ്റായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. വേണ്ടാത്ത സാധനങ്ങളും കുറേ പ്ലാസ്റ്റിക്കും അങ്ങനത്തെയൊക്കെ കുറേ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കും, പിന്നെ വേണം എന്ന് വെച്ചിട്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൂടുമ്പോൾ നമ്മുടെ വീട് അഴുക്കാവും. അപ്പം അങ്ങനത്തെ ഒരു ഫുൾ ക്ലീനിങ് നടത്തി വീട് ശുദ്ധമാക്കുക എന്നാണ് എൻ്റെ ഒരു രീതി കേട്ടോ. ഈ സമയത്ത് എൻ്റെ രീതി ഇങ്ങനെയാണ്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇപ്പം വർഷത്തിലൊരിക്കലാണ് ഇത്ര ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഡീപ്പ് ക്ലീനിങ് നമ്മൾ ചെയ്യില്ലല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും തുടച്ചിറക്കുക, കംപ്ലീറ്റ് പേപ്പറുകൾ മാറ്റുക, എല്ലാം ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, അങ്ങനെ കുറേ സാധനങ്ങൾ കംപ്ലീറ്റ് ക്ലീനിങ് ചെയ്യുന്നത് എപ്പോഴും ചെയ്യാറില്ല. മേ ബി ഒരു 6 മാസം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അത്ര ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ ഒരു ഡീപ്പ് ക്ലീനിങ് ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി കിട്ടിയ ദിവസമാണ്. നല്ല ടയേർഡായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ ഒന്നാമത് കിച്ചൺ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം അത് ഏറ്റവും ക്ലീനായിരിക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യമല്ലേ. ഇപ്പം ഞാൻ ചെയ്യുന്നത്, നമ്മളിപ്പം കിടക്കാൻ നേരത്ത് നമ്മൾ സ്പ്രേ ചെയ്യും പാറ്റയൊക്കെ വരാതിരിക്കാനായിട്ട്. പക്ഷെ നമുക്ക് കഴിക്കുന്ന പാത്രങ്ങളൊക്കെ വെക്കുന്നിടത്ത് നമുക്ക് ആ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ആഹാരം കഴിക്കുന്ന വിഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതിന് വേണ്ടിയിട്ട് കോക്രോച്ചിൻ്റെ ഒരു ജെല്ല് കിട്ടും. നമുക്കത് ഇങ്ങനെ ഒഴിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ ജെല്ല് പോലെ ആയിരിക്കും. അത് നമ്മൾ പേസ്റ്റ് പോലെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പാറ്റകൾ വന്ന് തിന്ന് പിന്നെ അത് ചത്തുപൊക്കോളും എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ജെല്ല് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കബേർഡ്സിൻ്റെ മൂലയ്ക്ക് കോർണേഴ്സിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അങ്ങനെ പാറ്റശല്യം വരാറില്ല അങ്ങനെ. പിന്നെ അഥവാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ എല്ലാം ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ചിട്ട് എല്ലാ സാധനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ബോട്ടിൽസ്, ഗ്യാസ് സ്റ്റവ്, കബേർഡ്സിൻ്റെ മുകളിലും താഴെയും എല്ലാം ഒരു ക്ലീനിങ് അങ്ങ് നടത്താമെന്ന് വെച്ചിട്ട് അങ്ങ് തുടങ്ങി. പക്ഷേ തുടങ്ങിയത് വലിയ ആവേശത്തിലായിരുന്നു. ആവേശത്തിൽ തുടങ്ങിയെങ്കിലും പകുതിയായത്തേക്ക് മടുത്തു. പക്ഷെ പകുതിയായിട്ട് ഇട്ടിട്ട് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അവസ്ഥ വരാറുണ്ടെങ്കിൽ എന്ന് പറയണേ. ഇങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പാട്ടൊക്കെ ഇടും. മൊബൈലിൽ ഒരു പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം കുറച്ച് രസമായിട്ട് ക്ലീൻ ചെയ്യാൻ ഒരു ഉന്മേഷമാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന കാരണം പാട്ടൊന്നും ഇട്ടില്ല, അങ്ങനെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഓരോ സ്ഥലം വൈസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. എവറിത്തിങ് നീറ്റ്സ് പിക്ക് ആൻഡ് സ്പാൻ ആയി കഴിയുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. പിന്നെ അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ പിന്നെയും സാധനങ്ങളുണ്ട് ക്ലീൻ ചെയ്യാൻ. ഓരോ സൈഡ് വൈസ് ഞാൻ ക്ലീൻ ചെയ്യും. ഇപ്പോൾ 2 സൈഡ് ക്ലീൻ ചെയ്തു, ഈ സൈഡും ആ സൈഡും ക്ലീൻ ചെയ്തു.
ഇനിയും കിടക്കുകയാണ്. അപ്പുറത്തെ സൈഡും ഒക്കെ ക്ലീൻ ചെയ്യാൻ, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ കിടക്കുന്നു. അങ്ങനെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറിൻ്റെ പണിയായിരുന്നു കേട്ടോ. നല്ല ഒന്നൊന്നര പണി കിട്ടി എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ആയിപ്പോയി. പക്ഷെ എന്നാലും രസമായിരുന്നു. ഇതിപ്പോൾ ഫ്രിഡ്ജെല്ലാം ഞാൻ തുടച്ച് നീറ്റാക്കുവാണ്. ഫ്രിഡ്ജിൻ്റെ അകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഫ്രിഡ്ജിന് വലിയ ക്ലീനിങ് വന്നില്ല, ചെറിയൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതുപോലെ ഹാൻഡിലും അതുമൊക്കെ കുറച്ച് ചെളി പറ്റിയിരിക്കുമായിരുന്നു. അപ്പം അതും എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ കുറേ പാത്രമായി. നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഒഴിപ്പിച്ചത് അല്ലാത്ത പാത്രങ്ങളും രാവിലത്തെ 2-3 പാത്രം, ഇഡ്ഡലി പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് അത് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വെക്കുന്ന ഡിഷ് വാഷറും ഡിഷ് സോപ്പും ഒക്കെ വെക്കുന്ന ട്രേയും അതും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. പക്ഷെ എന്നാലും ഇന്നൊന്നും എടുത്ത് അതൊക്കെ മാറ്റി അതിൻ്റെ ക്ലീൻ ചെയ്യുന്ന ആ പാഡുണ്ടല്ലോ അതെല്ലാം കളഞ്ഞ്, പഴയതെല്ലാം കളഞ്ഞ് പുതിയ പാഡെല്ലാം വെച്ച് കൊടുത്തു കേട്ടോ. ക്ലീൻ ചെയ്യുന്ന വരയ്ക്കുന്ന സാധനം. അങ്ങനെ എല്ലായിടവും ഒന്ന് ക്ലീൻ ആക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, ഈ സൈഡെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ആ കഴുകിയ നമ്മൾ തുടച്ച ടവൽസ് എല്ലാം നല്ലപോലെ സോപ്പിൽ കഴുകി ഒന്ന് വിരിച്ചിടാനായിട്ട് പോയി. പിന്നെ ഒന്ന് എല്ലായിടവും ഒന്ന് തൂത്തിടുക ചെയ്യുന്നത്. ഫൈനലി തൂത്ത് വൃത്തിയാക്കി തുടയ്ക്കാനായിട്ട് ഇവിടെ ആൾ വരും. അപ്പം അവർ വന്ന് തുടച്ചോളും. ഞാൻ ജസ്റ്റ് പൊടിയൊന്ന് തൂത്തിട്ടതേ ഉള്ളൂ. എല്ലായിടത്തുനിന്നും വീണ പൊടിയൊന്ന് തൂത്തിട്ടു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനത്തെ ഒരു മാസീവ് ക്ലീനിങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടവും ഒന്ന് സർവേ ചെയ്ത് നോക്കുക. ക്യാമറയുടെ കണ്ണിൽ കൂടിയാണ് ഇന്നെൻ്റെ നോട്ടം. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണാമല്ലോ എല്ലാം വൃത്തിയായോന്ന്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാം അതാത് സ്ഥലത്തിരുന്ന് നല്ല നീറ്റായിട്ട് എല്ലാ അടുക്കള അങ്ങനെ സ്പിക്ക് ആൻഡ് സ്പാനായിട്ട് കിടക്കുന്നത് ഒരു പ്രത്യേക സുഖം. അപ്പം റെഡി ആയിട്ടുണ്ട് എൻ്റെ അടുക്കള. അപ്പം ഇനി ഞാൻ ഗണപതി പൂജ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. പിന്നെ ഇപ്രാവശ്യം ഓണത്തിന് ചെറിയ രീതിയിലാണെങ്കിലും പൂ ഇടണം എന്നുണ്ട്. കുറച്ച് നാളായി പൂ അങ്ങനെ ഇട്ടിട്ട്. ആദ്യമൊക്കെ ഇടുമായിരുന്നു. മോള് വന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ പൂ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവളും ബിസിയായി, കൊച്ചായി, പിന്നെ ഞങ്ങൾ നിർത്തിയായിരുന്നു. ഈ പ്രാവശ്യം പൂ ഇടണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.